അടുക്കളക്കാരി കൊച്ചുമുതലാളിയോടൊപ്പം തൊഴാൻ ഇറങ്ങിയതല്ലേ? അതോ പ്രണയം പൂത്ത് ശൃംഗാരത്തിന് ഇറങ്ങിയതാണോ എന്തോ? രണ്ടായാലും എല്ലാം വെറുതെ മോളെ, വെറും വെറുതെ. വീട്ടുജോലിക്കാരി കെട്ടിലമ്മയാവുന്നത് നീ സിനിമയിലും നാടകത്തിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ തൃച്ചംബരത്ത് അത് നടക്കില്ല. നിന്റെ ആ സ്വപ്നം നടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നർത്ഥം. പ്രിയങ്ക മാറി നിൽക്ക്, ഇത് അമ്പലമാണ്. വെറുതെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഉണ്ടാക്കൂടി, ബുദ്ധിമുട്ടുണ്ടാക്കും. ആൾക്കാർക്കല്ല, നിനക്ക്. നീ എന്താടി കരുതിയേ ഞാൻ ആയുഷ്കാലം മുഴുവൻ അങ്ങ് ജയിലിൽ കിടക്കുന്നു? എന്നാ തെറ്റിപ്പോയെന്ന് മനസ്സിലായല്ലോ ഇപ്പോ. ഞാനിപ്പോ പുറത്തിറങ്ങിയത് തന്നെ എന്നെ ജയിലിലേക്ക് അയച്ച് നിന്നെ വകവരുത്താനാ. അതിവിടെ വച്ചെങ്കിൽ ഇവിടെ വച്ച് ഞാൻ ചെയ്യും. നിന്നെ കൊന്നിട്ട് വേണം തൃച്ചംബരത്തിന്റെ തായ്വേരർക്കാൻ. അതാ ഇനി ഈ പ്രിയങ്കയുടെ ജീവിത ലക്ഷ്യം തന്നെ. ആ ലക്ഷ്യം വേണമെങ്കിൽ നിനക്ക് ദേ ആ കുളത്തിലോ കിണറ്റിലോ കളഞ്ഞേക്കാം. കാരണം തൃച്ചംബരത്തിന് വേണ്ടി വന്നാൽ എന്റെ ഈ ജീവൻ നൽകാനും തയ്യാറായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതല്ല, അതിനുവേണ്ടി നിന്റെ ജീവൻ അങ്ങ് എടുക്കേണ്ടി വന്നാൽ അതിനും ഈ കല്യാണി മടിക്കില്ല. നീ പ്രിയങ്ക വർമ്മയാണെങ്കിൽ ഞാൻ കല്യാണി ദാസ, അത് മറക്കരുത് നീ. ഛേ, വൃത്തിയോട്ടവളെ, വെറും അടുക്കളക്കാരിയായി നീ എന്നോട് തുല്യം നിൽക്കാൻ വരുന്നോ? നീ കിടന്നുറങ്ങുന്ന ചായ്പിലല്ല എന്റെ താമസം, മാളിക വീട്ടിലാ. അതോർത്ത് വേണം നീ സംസാരിക്കാൻ. ശരി, വെല്ലുവിളിക്കുന്നത് അടുക്കളക്കാരിയാണെങ്കിലല്ലേ മാഡത്തിന് കുറച്ചിലുള്ളൂ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിദാസ് ആണെങ്കിലോ? പിന്നെ നിനക്ക് എന്തുണ്ട് തിരിച്ചു പറയാൻ? പറയല്ലടി, പ്രവൃത്തിയായി നീ. നിന്റെ കാരണം നോക്കിയുള്ള പ്രവൃത്തി. വരുന്നുണ്ട് നിന്റെ കാവൽക്കാരൻ. ഞാനും നീയും തമ്മിലുള്ള ഫൈറ്റ് അവൻ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തൽക്കാലം പോവാ. അതിനർത്ഥം ഞാനിതിവിടെ വിട്ടൂന്നല്ല, തുടങ്ങിയെന്ന് വേണം നീ മനസ്സിലാക്കാൻ. നിന്റെ നാശം തുടങ്ങിയെന്ന്. കല്യാണി, വള ഇപ്പൊ തന്നെ ഇട്ടേക്ക് കല്യാണി. ആ കയ്യിലിടുമ്പോഴാ ഇതിന് ഭംഗി. ഇങ്ങിതാ, ഞാൻ സഹായിക്കാം. ഇപ്പൊ കാണിച്ചു തരാം. പതുക്കെ. ഇതൊരു ടൈം ബോംബാടി. നിന്റെ അവസാനം കാണിക്കുന്ന ടൈം ബോംബ്. ഞാനിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ നീ അവിടെ തൃച്ചംബരത്ത് കാല് വെക്കുമ്പോ തന്നെ അത് പൊട്ടിത്തെറിക്കും. പിന്നെ നിന്റെ ശവം അടക്ക.
ചേച്ചി, ഞാനും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചേച്ചി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഛെ, കിട്ടുന്നില്ലല്ലേ? ഈശ്വരാ, ഈ രണ്ടെണ്ണം കൂടി ഇത് എവിടെ പോയിരിക്കാണോ എന്തോ. ആലോചിക്കുമ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ ആനന്ദിന് ഇത് എന്ത് പറ്റി? ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെയും കുടുംബത്തിന്റെയും സ്റ്റാറ്റസ് എങ്കിലും നോക്കണ്ടേ? കഷ്ടം തന്നെ. എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മാഡം. ആ മനസ്സിന്റെ ഹാലിളക്കം എനിക്ക് ആ മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാം. നീ ഇത് അനുഭവിച്ചുരുകുന്നത് കാണുന്നതാ എനിക്കൊരു സന്തോഷം. നടക്കട്ടെ നടക്കട്ടെ, കൊള്ളാം. വീണ്ടും അവള് വിളിക്കുന്നു. ദൈവമേ, ഇവൾ എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് അടങ്ങുമെന്നാ തോന്നുന്നേ. ഹലോ ആന്റി. പ്രിയങ്ക പറ. ഇവിടെ അഖിലാണ്ടേശ്വരി ആനന്ദിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഹാലിളകി നടക്കുക. ഇപ്പൊ ആളിനെ മുന്നിൽ കിട്ടിയ ചവിട്ടി മണ്ണിൽ താഴ്ത്തുന്ന മട്ടുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആ ഹാലിളക്കം കൂട്ടാനും ചവിട്ടുമ്പോൾ പാതാളത്തിൽ താഴ്ത്താനും പറ്റുന്ന ഒരു മരുന്ന് തന്നാൽ എങ്ങനെയിരിക്കും? മരുന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ നിന്റെ മനസ്സില്? പറയാം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അരുമ സന്തതി ആനന്ദ് കൃഷ്ണനും അടുക്കളക്കാരി കല്യാണിയും തമ്മിലുള്ള പ്രണയചേഷ്ടകളുടെ ഒരു വീഡിയോ കണ്ട അഖിലാണ്ടേശ്വരിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഹാലിളക്കം കൂടുമോ അതോ കൂടില്ലയോ? ആന്റിക്ക് എന്താ അഭിപ്രായം? വീഡിയോയോ? അതെ, വീഡിയോ. അതാ ഞാനിപ്പം മരുന്നെന്ന് പറഞ്ഞത്. ആന്റി വാട്സാപ്പ് ഓണാക്കിക്കോ. സംഗതി ഇപ്പൊ അങ്ങെത്തും. വിത്തിൻ സെക്കൻഡ്സ്. ശരി ശരി ശരി, വീഡിയോ എങ്കിൽ വീഡിയോ വേഗാവട്ടെ. അത് വെച്ച് ആ അടുക്കളക്കാരിയുടെ 16 അടിയന്തരം നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വെരി ഗുഡ്. പക്ഷേ വാക്കിലൂടെ അല്ല, പ്രവൃത്തിയിലൂടെ വേണം കാണിക്കാൻ. ഞാൻ വീഡിയോ അയക്കുക. ശരി.
ദാസേട്ടനും കല്യാണിയും എന്നോട് ക്ഷമിക്കണം. ഐ ആം സോറി. അയ്യോ ചേച്ചി, എല്ലാം പോയി ചേച്ചി, എല്ലാം കൈവിട്ടു പോയി. എന്റെ ദൈവമേ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ ദേഹം തളരുന്നുണ്ടല്ലോ. എന്താ ചേച്ചി, നമ്മൾ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അതെല്ലാം നടന്നു ചേച്ചി. ഇത് കൈവിട്ടു പോയ കേസാ, ഇനി പിടിച്ചാ തിരികെ കിട്ടില്ല. വിലാസിനി, ഞാൻ ആകെ ടെൻഷൻ കയറി നിൽക്കുക. നീ എന്താ പറയുന്നെന്ന് വെച്ചാ തെളിച്ചു പറഞ്ഞിട്ട് പോ, വെറുതെ എന്റെ പ്രഷർ കൂട്ടാതെ. ആ അതെ, പറയാം ചേച്ചി, പറയാം. ചേച്ചി ഇവിടെ ആനന്ദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന ടെൻഷനിൽ ഉരുകി നിൽക്കുകയല്ലേ. ആ സമയത്ത് അവൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചേച്ചിക്ക് അറിയോ? കണ്ടു നോക്ക്. എനിക്കിപ്പോ ഒരു വഴിപോക്കൻ അയച്ചു തന്ന വീഡിയോയാ. അയ്യോ ചേച്ചി, ഇത് കാണണം. ഇത് കാണുമ്പോ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നേന്ന്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. എന്നാലും ഇത്രയ്ക്കൊക്കെ പയ്യന്മാര് വഴിപിഴച്ച് പോവോ? അയ്യോ കഷ്ടം തന്നെ. കാണ്. അയ്യോ അഖിലേ, കാണ്. കണ്ടാസ്വദിക്ക്. നിന്റെ മുഖം കാണുമ്പോഴറിയാം മനസ്സിലെരിയുന്ന തീക്കനലിന്റെ ചൂട്. അതുകൊണ്ട് വേണം എനിക്കിനി ഈ വീട് ചുട്ടുകരിക്കാൻ. വാങ്ങിക്കൊടുത്ത വളകൾ കല്യാണിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും തോന്നുന്നു. അതിന്റെ സന്തോഷം കല്യാണിയുടെ മുഖത്ത് കാണാം. മനസ്സിലുള്ള പ്രണയം പറയാൻ ഇത് തന്നെയാ പറ്റിയ ചാൻസ്. തുടങ്ങിക്കളയാം. കല്യാണി, വലിയുഞ്ഞേ, എനിക്ക് പറയൂ വലിയുഞ്ഞേ. അല്ല, വളകൾ നന്നായിട്ടുണ്ട്. കല്യാണിക്ക് നന്നായിട്ട് ചേരും. ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാ വലിയുഞ്ഞ് വാങ്ങിത്തന്ന ഈ വളകളാണെന്ന് ഞാൻ പറയും. എന്തു പറ്റി ചേച്ചി? വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല അല്ലേ? അതോ ഇപ്പോഴും കവറേജ് ഇല്ലെന്നാണോ പറയുന്നേ? ഒന്നും പറയുന്നില്ല. നീ ഒന്ന് പോയി തരുവോ? മനുഷ്യനിവിടെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു കാര്യം തിരക്കല്.
അയ്യോ എന്റെ ചേച്ചി, എനിക്കറിയാം ചേച്ചിയുടെ വിഷമം. ഞാനിതെങ്ങനെ അവസാനിപ്പിക്കാന്നല്ലേ ആലോചിക്കുന്നത്. ചേച്ചി ഒരു കാര്യം ചെയ്. ചേച്ചി ആനന്ദിനെ വിളിച്ചിട്ടല്ലേ കിട്ടാത്തത്? അപ്പൊ ആ കല്യാണിയുടെ ഫോണിലൊന്ന് വിളിച്ചു നോക്ക്. അവൾ അവന്റെ കൂടെ കാണുമല്ലോ. അപ്പൊ പിന്നെ അവൻ എന്തായാലും ഫോൺ എടുത്തേ പറ്റൂ. ആനന്ദേ, ഇനിയെങ്കിലും നീ നിന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാ. ഇനി നീ എന്തിനാ ഇങ്ങനെ മടിക്കുന്നത്? ചേച്ചി, ഇതില് വെറുതെ ഈഗോ ഒന്നും കാണിക്കല്ലേ. അവളെ ഒന്ന് നേരിട്ട് വിളിക്കേ. അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. നമുക്ക് നമ്മുടെ ചെക്കനെ രക്ഷിച്ചെടുക്കണ്ടേ? ആനന്ദിനെ കിട്ടിയ അവക്ക് നേട്ടാ, നഷ്ടം നമുക്കേ വരൂ. ശരി, ദേ ചേച്ചി ഫോണിങ് എടുക്ക. ഞാൻ വിളിച്ചു തരാം. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. കല്യാണി, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. വെരി ഇമ്പോർട്ടന്റ്. പറഞ്ഞു വലിയുഞ്ഞെ, പെട്ടെന്നാവട്ടെ. കല്യാണി, എനിക്ക് നിന്നെ ബെല്ലുണ്ട് ബെല്ലുണ്ട്. ചേച്ചി, ഇനി അവള് എടുക്കുമ്പോ നേരിട്ടങ്ങ് സംസാരിച്ചാ മതി. വേഗം. ഇതോടെ രണ്ടിന്റെയും കള്ളക്കളി പൊളിഞ്ഞത് തന്നെ. അയ്യോ വലിയുഞ്ഞെ, മാഡം വിളിക്കണേ. ഇന്നത്തോടെ രണ്ടെണ്ണത്തിന്റെയും കഥ കഴിയും. ഇതാഘോഷിക്കാൻ മാലപ്പടക്കം വാങ്ങി പൊട്ടിക്കണമെന്നാ തോന്നുന്നെ. ദൈവമേ, എന്താ ഇപ്പൊ പറയാ? കല്യാണി, ഫോൺ എടുത്ത് സംസാരിക്കുക. എന്തിനാ മടിക്കുന്നേ? ഹലോ മാഡം. ഫോൺ ആനന്ദിന്റെ കൈ കൊടുക്ക. ആ ശരി മാഡം. വലിയുഞ്ഞെ, ഫോണ് വലിയുഞ്ഞിന്റെ കൈ തരാൻ പറഞ്ഞു. ശരി, താ. ആ അമ്മേ. ആനന്ദ്, നീ എവിടെയാണെങ്കിലും ഉടൻ ഇവിടെ എത്തണം. ഉടൻ. ഇത് തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചത്. ഇന്ന് ഈ വീട്ടിൽ അഖിലാണ്ടേശ്വരി ആരെങ്കിലും ഒരാളെ കൊല്ലുമെന്ന് ഉറപ്പാ.